എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് വിളിക്കുന്ന ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിച്ചതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ടും വന്നിരിക്കുകയാണ്. അതുപോലെ ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ തന്നെയാണ് ആദ്യം പറയുന്നത്. ഇവിടെ ഡ്രോട്ട്സ്മാൻ വന്നിട്ടുണ്ട്. ടോട്ടൽ 42 വേക്കൻസി. ഹിന്ദി ടൈപ്പിസ്റ്റ് 10 വേക്കൻസി. സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ 300. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ 261. ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി 207. ഇലക്ട്രീഷ്യനിലേക്ക് 79 വേക്കൻസി. ഓക്കെ, ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായ ഡേറ്റ് കാണാം 21 മെയ് തൊട്ട് ജൂലൈ 4 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പറയുന്നത്. ജനറൽ ആണെങ്കിൽ ജൂൺ 1 99 ശേഷം, ജൂൺ 1 99 മുതൽ ജൂൺ 1 2008 ഇടയിൽ ജനിക്കണം. OBC ആണെങ്കിൽ ജൂൺ 1 96 ശേഷം, ജൂൺ 1 96 മുതൽ ജൂൺ 1 2008 ഇടയിൽ ജനിക്കണം. പിന്നെ SC ST ആണെങ്കിൽ ജൂൺ 1 94 ജൂൺ 1 2008. ഇതാണ് ഏജ് ലിമിറ്റ്. അതായത് OBC കാർക്ക് 3 വർഷം, SC ST കാർക്ക് 5 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. 18 to 27 ജനറൽ, 30 OBC, 32 SC ST. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് വിളിക്കുന്ന ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് തപാൽ വഴിയാണ്. ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് 10%, പിന്നെ B സർട്ടിഫിക്കറ്റിന് 5%, പിന്നെ എക്സ് സർവീസ്മാൻ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിൻ്റേതായ ഇളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കട്ട് ഓഫ് മാർക്ക്, ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫീസ് 50 രൂപയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ PWBD, SC ST PWBD കാർക്ക് ഫീസില്ല. ബാക്കിയുള്ള എല്ലാവരും 50 രൂപ ഫീസ് അടയ്ക്കണം. ഇതിലേക്ക് ബോയ്സിന് മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറയാൻ വിട്ടതാണ്, ബോയ്സിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രോട്ട്സ്മാനിലേക്ക് 10+2 വിത്ത് സയൻസ് സബ്ജക്റ്റ് വേണം, +2 സയൻസ് വേണം. അതിൻ്റെ കൂടെ ആർക്കിടെക്ചർ, ഡ്രോട്ട്സ്മാൻഷിപ്പ് ഏതെങ്കിലും ഒരു 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്നെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡ്രോട്ട്സ്മാൻഷിപ്പ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഡ്രോട്ട്സ്മാനിലുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് +2 വേണം. അതിൻ്റെ കൂടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്, ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ്. വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, +2 ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. സ്റ്റോർ കീപ്പറിലേക്ക് +2 വിത്ത് സ്റ്റോർ കീപ്പിംഗ് നോളജ് വേണം. പിന്നെ ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷനിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ IT സർട്ടിഫിക്കറ്റ്, വയർലെസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ റേഡിയോ മെക്കാനിക് സർട്ടിഫിക്കറ്റ്, IT സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ OEM OG, അതായത് ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി, അതിലേക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോസർ എക്സ്കവേറ്റർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 6 മന്ത് എക്സ്പീരിയൻസും വേണം. ഓക്കെ, പിന്നെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഓട്ടോ ഇലക്ട്രീഷ്യൻ IT സർട്ടിഫിക്കറ്റ് വേണം. ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 1 ഇയർ എക്സ്പീരിയൻസും വേണം. പിന്നെ സിലബസ് കാണാം. എക്സാമിന് സിലബസും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഡ്രോട്ട്സ്മാൻ, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ, ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ, എക്സ്കവേറ്റിംഗ് മെഷീനറി, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ സബ്ജക്റ്റുകൾ ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ ലെങ്ത്ത് കൂടും. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് ട്രേഡിൻ്റെ ടെസ്റ്റ്, അതായത് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരും എക്സാമിന് ശേഷം. ഹിന്ദി ടൈപ്പിസ്റ്റിന് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ എക്സ്കവേറ്റിംഗ് മെഷീനറി ആണെങ്കിലും അങ്ങനെ തന്നെ ഇലക്ട്രീഷ്യനും ആ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട അഡ്രസ്സ് ഇവിടെ കാണാം. കമാൻഡൻറ്റ് ഗ്രഫ് സെൻറ്റർ, ഡിഗ്ഗി ക്യാമ്പ്, പൂനെ. ഈ ഒരു അഡ്രസ്സിലേക്കാണ്. അഡ്രസ്സ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കാം. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം എക്സാം ആണ്. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻ്റ് ഞാൻ പറയാം. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ചില പോസ്റ്റിന് മാത്രമാണ് ട്രേഡ് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം മെഡിക്കൽ എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് നടത്തുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് കാണാം. 1600 മീറ്റർ റണ്ണിംഗ് ആണ്. 10 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. 1600 മീറ്റർ 10 മിനിറ്റ് കൊണ്ട് ഓടിക്കയറിയാൽ ഫിസിക്കൽ ക്ലിയർ ആവും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം, ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ഹൈറ്റ് വേണ്ടത്, നമ്മൾ കേരളക്കാർക്ക് ഹൈറ്റ് വേണ്ടത് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 75 + 5 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്ന അഡ്രസ്സിലേക്ക് പറയുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അയക്കണം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.